ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ ഷുവറായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മുടെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് UAE 13 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 14ാമത്തെ വർഷത്തിലോട്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം മോന് ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെയാണ്. പിന്നെ നാട്ടിൽ പോയി നിൽക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അത്യാവശ്യം ഫാമിലീസിനെ കാണണം എന്നൊക്കെ തോന്നുമ്പോഴും മാത്രമേ നമ്മൾ നാട്ടിൽ പോകാറുള്ളൂ. പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ഞാൻ ചെറിയൊരു കുഞ്ഞു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ നിന്ന് തന്നെ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ വർഷം നമ്മളിവിടെ സ്റ്റേ ചെയ്തു. പക്ഷേ ഇക്കയുടെ സാലറി എന്ന് പറയുന്നത് വലിയൊരു സാലറി ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ മൂപ്പർക്ക് ഇവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് പിന്നെ ഇവിടെ ആ ഒരു ജോലിയിൽ ഇങ്ങനെ നിന്നേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ നമുക്കൊരു സാലറി തന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു അക്കൗണ്ടൻ്റായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം വലിയൊരു സാലറി ഒന്നുമല്ല, നമുക്കൊരു ഫാമിലിക്ക് തട്ടിമുട്ടി ജീവിക്കാനുള്ളൊരു സാലറി ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് നമുക്ക് ബാലൻസ് ഒന്നും വരില്ല കേട്ടോ. നമുക്കിവിടെ റൂമിൻ്റെ റെൻറ്റും കുഞ്ഞിൻ്റെ സ്കൂളിൻ്റെ ഫീസും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അല്ലാതെ ഒന്നും അതിൽ നിന്ന് ബാക്കി വരില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡ് പിന്നെ ഇവിടെയും ഫാമിലി നാട്ടിലും അങ്ങനെയൊക്കെ ആയിട്ടില്ല നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നമ്മൾ കുറേ വർഷം ഇവിടെ സമ്പാദിച്ച് ഫാമിലി നാട്ടിൽ നിന്നിട്ട് അവസാനം വയസ്സാം കാലത്ത് റിട്ടയർഡൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോയിട്ട് വല്ല കാര്യമുള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നിങ്ങൾ ഏതൊരു പ്രവാസിയാണെങ്കിലും അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഫാമിലി നാട്ടിലും നിങ്ങൾ ഇവിടെയും നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവസാനം നിങ്ങൾ വയസ്സാം കാലത്ത് പോകുമ്പോൾ ഒരുപക്ഷെ ആ ഫാമിലി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പണ്ടൊക്കെയുള്ള ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം, പക്ഷേ ഇപ്പോൾ അതുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് പിന്നെ തീരെ വിലയുണ്ടാവില്ല കേട്ടോ. അതെനിക്ക് ആദ്യം തന്നെ പറയേണ്ടി വരും. ഞാൻ കുറേ ആൾക്കാരുടെ അനുഭവം കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒന്നിച്ച് ഇക്കയും ഞാനും 2 മക്കളും ഞങ്ങളിവിടെ നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോവുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാം, നമ്മുടെ ഈ കോവിഡ് വന്നു അല്ലേ. കോവിഡ് വന്ന സമയത്ത് ഇക്കാക്കാണെങ്കിൽ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സാലറി ഡിലേ ആവാൻ തുടങ്ങി. ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ കിട്ടൂല. നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ സാലറി കിട്ടുമല്ലോ. 2 മാസം കഴിഞ്ഞാൽ കിട്ടൂല. 3 മാസം 4 5 6 7 മാസം വരെ സാലറി ഒന്നുമില്ല. ഇക്കയാണെങ്കിൽ പ്രോപ്പറായിട്ട് എപ്പോഴും പോകുന്ന പോലെ ജോലിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ. ഇക്ക 4 മണിക്ക് വരും. 4 മണിക്ക് വന്നിട്ട് എനിക്കുള്ള ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം ഇക്ക തന്നെ ഡെലിവറി ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവസാനം നമുക്ക് ക്യാഷ് തികയാതെ വന്നപ്പോൾ വണ്ടി അങ്ങ് സെയിൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ നാട്ടിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ ഒരു ചുറ്റുപാടിൽ ഒതുക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. ആരോടും കടം വാങ്ങാതെയും ഒന്നും അറിയിക്കാതെ എങ്ങനെ ജീവിച്ചു പോയി. ഒന്നും അറിയില്ല, പക്ഷെ അറിയാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. അത് വേറെ കാര്യം. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ചില ഫാമിലീസ് ആണെങ്കിൽ അറിയാൻ വേണ്ടി ശ്രമിക്കും. ഇതാർക്കും അറിയില്ല, അതുകൊണ്ടായിരിക്കാം അവർ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. നമ്മൾ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ജോലി സാലറി ഇല്ലാതിരിക്കുമ്പോൾ ചില ഫാമിലീസ് ആണെങ്കിൽ പെട്ടെന്ന് നാട്ടിലോട്ട് പോകും. ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാൻ അങ്ങനെ പോയില്ല, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് നാട്ടിൽ പോയി നിൽക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഉള്ള സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ആൾക്കാർ പറയും പെട്ടിയും കിടക്കും എടുത്തിട്ട് നാട്ടിൽ വന്നു എന്ന് പറയും. അത് ഷുവറാണ്, നമ്മുടെ നാടാണ്. അപ്പോൾ നാട്ടിലെ നമ്മുടെ ആൾക്കാരുടെ നാക്ക് ഒരിക്കലും എന്താ പറയുക, അത് വെറുതെ നിൽക്കില്ല. ആ നാക്ക് ചലിച്ചുകൊണ്ടേയിരിക്കും, അത് നമുക്കറിയാം. അപ്പം ഇക്കാനോട് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷൊക്കെ ഉണ്ട്. പക്ഷെ അതും നമ്മൾ എടുക്കാതെയാണ് നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇക്കാനോട് കുറേ പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, ഇനി ഇവിടെ നിൽക്കാനേ പറ്റില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരിക്കലും വരില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ എന്നെ എപ്പോഴും പൊതുവേ നാട്ടിൽ വിളിക്കും, നാട്ടിൽ വന്ന് സെറ്റിലാവുന്നു. പക്ഷേ ഞാൻ അന്ന് ഇക്കാനോട് പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും നാട്ടിൽ വരില്ല. കാരണം ഞാൻ പറയാം, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഒരിക്കലും എനിക്കത് പറ്റില്ല. അപ്പം ഞാനിവിടെ തന്നെ നിൽക്കും. നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ആണെങ്കിൽ അന്ന് ആ ഒരു സമയത്ത് എന്തോ പഠിച്ചവന് പെട്ടെന്ന് നമുക്ക്
നമുക്കൊരു ധൈര്യം തരില്ലേ, അതുപോലെ ഒരു ധൈര്യം എനിക്ക് ആ സമയത്ത് തന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങളാണെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഭൂമി എന്താ പറയുക, ഉരുണ്ടതല്ലേ, നമുക്ക് ഏത് സൈഡിൽ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇക്കയാണെങ്കിൽ എൻ്റെ വാക്കിന് വലിയ വാല്യൂ ഒന്നും കാണില്ല കേട്ടോ. ഒരു കുട്ടികൾ പറയുന്ന രീതിയിലെല്ലാം തള്ളിക്കളയും. പക്ഷെ എല്ലാവരും വിചാരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മുഖവുരയ്ക്ക് എടുത്തു. പിന്നെയാണ് നമ്മൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഇക്ക ജോലി ചെയ്തു വരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റ്സിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവും, കർട്ടൻസിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഹോട്ട് ഡോഗ് പില്ലോസിൻ്റെ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതങ്ങ് ചെയ്തോളൂ. സമയം ഞാൻ നോക്കിയിട്ടില്ല, ഉറക്കം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഉറങ്ങാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2 hours ഞാൻ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും നോക്കാതെ ഇക്കയാണെങ്കിൽ കിടന്നുറങ്ങും. കാരണം ഇക്കാക്ക് കിടന്നുറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ ആൾ ഭയങ്കര ടയേർഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ഉറങ്ങാതെ എത്ര വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അത് മുമ്പേ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ കഴിയണം, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഉറക്കമൊഴിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതും ചെയ്യില്ല. എൻ്റെ ബെഡ്ഷീറ്റ്സിൻ്റെ എല്ലാം ഇക്ക കൊണ്ടു കൊടുക്കാൻ വേണ്ടി, ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവും. അങ്ങനെ പോയിട്ട് ആൾ വരുമ്പോൾ തന്നെ ഒരു 11 മണി, ആദ്യമൊക്കെ 11 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ അത് 12 മണിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, വണ്ടി അങ്ങ് സെയിൽ ചെയ്തു. ക്യാഷ് നമുക്ക് തികയുന്നില്ല. കാരണം സ്കൂൾ ഫീസും സാലറി ഓൾറെഡി ഇല്ല. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു, ഇനി എന്തായാലും ജോലി വേണ്ടെന്ന് വെക്കുക. കാരണം സാലറി ഇല്ലാതെ നമ്മൾ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം. എന്നിട്ടും ഇക്ക ഒരു 5-6 മാസം കൂടി ജോലിക്ക് പോയി കേട്ടോ, സാലറി ഇല്ലാതെ തന്നെ. കാരണം ആൾക്ക് കുറേ സാലറി കിട്ടാനുമുണ്ട്, പെൻഡിങ് എവിടെയുണ്ട്. ആ ഒരു സമയത്ത് അവർ എന്ത് ചെയ്തു, ഇക്ക ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റൽ അവർ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. എല്ലാവരും പോയി. കാരണം സാലറി ഇല്ലാതിരിക്കുമ്പോൾ ആരും അവിടെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇക്കയും കുറച്ച് ഫ്രണ്ട്സും, ഒരു 2-3 ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നു. കാരണം ഇവർ മുമ്പേ ഉണ്ടായിരുന്ന സ്റ്റാഫ് ആയതുകൊണ്ട് ഇവരുടെ സ്വന്തം സ്ഥാപനം പോലെ ജോലിക്ക് പോയിക്കൊണ്ടേയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവിടെ നിന്നു. പക്ഷേ ഇവരാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയോ, പെട്ടെന്ന് ക്ലോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പിരിച്ചു വിട്ടു. എന്നിട്ടും ഞാൻ പറഞ്ഞില്ല, ഇക്ക പോയിട്ട് ഞാൻ പറഞ്ഞു, ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അബുദാബി വിടാം, നമുക്ക് അലൈനിൽ പോവാം. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൂടുതലും അലൈനിലാണ്. അപ്പോൾ അവരെനിക്കൊരു ബൾക്ക് പോലെയാണ് ഓർഡേഴ്സ് തരിക, ഈ ബെഡ്ഷീറ്റ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവരാണെങ്കിൽ അവരുടെ നാട്ടിലേക്കൊക്കെയാണ് കയറ്റി വിടുന്നത്. ഫിലിപ്പീൻസിലോട്ടാണെങ്കിലും പിന്നെ ആഫ്രിക്കയിലോട്ടാണെങ്കിലും ഇവിടുത്തെ സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോയാലോ. എന്നിട്ട് ഇക്ക മൈൻഡ് ചെയ്തതേ ഇല്ല കേട്ടോ. പക്ഷെ അങ്ങനെ നമുക്കാണെങ്കിൽ ഞാനിതെല്ലാം ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. എല്ലാവരും ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഫാമിലീസിനൊക്കെ നമ്മളോട് ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ദേഷ്യം വന്നിട്ട് കാര്യമില്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത്. ആരും വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇക്കാനോട് പറഞ്ഞു, നമുക്ക് അലൈനിൽ പോവാം. അങ്ങനെ കുറേ മൂപ്പരുടെ കാലും കൈയും പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ അലൈനിലോട്ട് മാറി. സ്കൂളിൽ നിന്ന് ഇവിടെ TC കാര്യങ്ങളെടുത്തു, 2 പേരുടെയും, മോൻ്റെയും മോളെയും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഉള്ള കാറ് സെയിൽ ചെയ്തു, അത്യാവശ്യം നല്ലൊരു പ്രൈസിന്. എന്നിട്ട് കുറച്ച് വില കുറഞ്ഞ കാറ് നമ്മളെടുത്തു. അതിലാണെങ്കിൽ സത്യം പറയാനുള്ള ചൂടൊക്കെയുള്ള സമയമാണ്, AC ഒന്നും നേരെ വർക്ക് ചെയ്യുന്നില്ല അന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ, ഇവിടെ നല്ല ചൂടാണല്ലോ, ഇവിടുത്തെ ചൂട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അലൈനിൽ സ്കൂളിൽ സീറ്റ് കിട്ടി. അവിടെ ആണെങ്കിൽ സീറ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അബുദാബി പോലെയല്ല. പക്ഷേ ഫീസൊക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ്. പക്ഷേ അവിടെ റൂമിന് റെൻറ്റ് കുറവാണ്. ഞാൻ ഇക്കാനോട് പറഞ്ഞു, നമുക്ക് ഇവിടുത്തെ റൂമിന് നല്ല റെൻറ്റ് കൂടുതലാണല്ലോ, ഇവിടെ ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല റെൻറ്റ്. അവിടെ ഫ്ലാറ്റ് ഒരു 2000 ദിർഹമിനൊക്കെ നല്ല ഫ്ലാറ്റ് കിട്ടും, അത്യാവശ്യം വലിയ ഫ്ലാറ്റ് കിട്ടും. ഇവിടെയാണെങ്കിൽ ഒരു 4500-4000 ദിർഹം കൊടുക്കണം ഒരു ഫ്ലാറ്റിന് അതിന്. അങ്ങനെ നമ്മൾ അലൈനിലോട്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ടു. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞില്ല, അവിടെ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇക്കാക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അലൈൻ. അത് അബുദാബിയിൽ നമ്മൾ ഇത്രയും വർഷം നിന്നിട്ട് ഇക്കാക്ക് തീരെ താല്പര്യമില്ല, ഒരു ഭയങ്കര ടെൻഷൻ പോലെയൊക്കെയാണ്. എനിക്കാണെങ്കിൽ സന്തോഷം, നമ്മുടെ നാട്ടിലൊരു അറ്റ്മോസ്ഫിയർ പോലെയായിരുന്നു എനിക്ക്. നല്ല സൗകര്യങ്ങളുണ്ട്, വീട്ടിൽ മുറ്റത്ത് ഇറങ്ങി കളിക്കാം മക്കൾക്ക്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളാണെങ്കിൽ വേറൊരു ചെറിയ കാർ എടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു കാറിലാണ് നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സത്യം പറയാലോ, അതിലാണെങ്കിൽ പെട്രോൾ ഒഴിക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ അവസാനം ഇല്ലാതെ വരുന്നൊരു സിറ്റുവേഷൻ വരെയായി. കാരണം മക്കളെ മോളാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പോവില്ല. അപ്പോൾ ഇക്ക തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്.
മോളെയും മോനെയും. അപ്പോൾ നമ്മളൊരു 30 കിലോമീറ്റർ 20 കിലോമീറ്റർ ദൂരെയാണ് സ്കൂളുള്ളത് അലൈനിൽ നിന്ന്. അങ്ങനെ അവിടെ ദാറുൽ ഹുദയിലായിരുന്നു മക്കൾ പഠിച്ചത്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അലൈനിൽ പോയത്. പക്ഷേ ഈ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടും രാവിലെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പിക്ക് ചെയ്യാൻ പോകും, നമുക്കൊന്നിനും സമയം കിട്ടാതെ. അങ്ങനെ ആകുമ്പോൾ ഇക്കാക്ക് ഭയങ്കര ടെൻഷൻ. എന്നോട് പറഞ്ഞു നിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എല്ലാം പോയി, ഇതിനേക്കാളും നമുക്ക് നാട്ടിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ആ നാട്ടിൽ നിങ്ങൾ വേണമെങ്കിൽ പോകുന്നെങ്കിൽ പോയി, ഞാനൊരിക്കലും വരില്ല ഈ ഒരു സിറ്റുവേഷൻ. ഞാൻ വെറുതെ പറയുകയാണ്, നമ്മളൊരു കോൺഫിഡൻസിൽ ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ ആരുടെ കൂടെ നിൽക്കും. പക്ഷേ ആ ഒരു ഇതിൽ അന്നും ഇക്ക പിടിച്ചു നിന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവസാനം സ്കൂൾ വെക്കേഷൻ വന്നു. വെക്കേഷൻ വന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നാട്ടിൽ വന്നു, എല്ലാവരും വന്നു, ഇക്കയും ഞങ്ങളും. അത് ടിക്കറ്റ് എടുക്കാൻ പോലും ഇവിടെ നിന്ന് നമ്മൾ ക്യാഷ് എടുത്തിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അന്ന്. ഇവിടെ നിന്ന് ക്യാഷ് എടുക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷില്ല. നമ്മൾ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിൻ്റെ റെൻറ്റും കുട്ടികളുടെ സ്കൂൾ ഫീസും കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. ഇക്ക ജോലി ചെയ്യുന്ന സമയത്ത് അതൊക്കെ തീർന്നു. പക്ഷേ ഈ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ തുടങ്ങി അന്ന്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലും ലാഭം കിട്ടാതായപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ. ഇതൊക്കെ എനിക്ക് വരുന്ന ഐഡിയാസാണ് കേട്ടോ. ഇക്കാണെങ്കിൽ ഫുൾ ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാർ എടുത്തിട്ട്, ഞങ്ങളുടെ കാറ് ആദ്യം ഞങ്ങൾ സെയിൽ ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി, നമുക്കിത് കുറച്ച് ലാഭം, ഒരു കാർ എടുത്തിട്ട് നമുക്ക് കുറച്ച് ലാഭത്തിന് വിറ്റാലോ, അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ക പറഞ്ഞു ആ ഓക്കെ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 കാർ വരെ നമ്മൾ സെയിൽ ചെയ്തിട്ട് അന്ന് അത്യാവശ്യം മാഷാ അല്ലാഹ് നല്ല ലാഭം ഞങ്ങൾക്ക് കിട്ടി. എനിക്കിപ്പോൾ വിചാരിക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇക്ക കേൾക്കുന്നുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യും, അപ്പോൾ തന്നെ ആൾക്കാർ വരും വണ്ടി കാണാൻ. അങ്ങനെ വണ്ടി അവരെടുത്തിട്ട് പോകും. നമുക്ക് അന്ന് പടച്ചോന് ഓരോ വഴികളിങ്ങനെ തുറന്നു തരുന്നുണ്ട്. അങ്ങനെ കാറൊക്കെ വിറ്റ് അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ കയ്യിലായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെക്കേഷനല്ല നാട്ടിൽ പോവാം. അപ്പോൾ ഇക്കയും അന്ന് എനിക്ക് തോന്നുന്നു 2 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു, 1.5 വർഷമൊക്കെ ആയി നാട്ടിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി, അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി. നാട്ടിൽ പോയ സമയത്ത് പിന്നെ നമുക്ക് ഇക്കയാണെങ്കിൽ ഒരു ജോലി, ഇക്കയുടെ ഒരു ഫ്രണ്ട് ഒരു ഫിലിപ്പീനാണ് ആൾ, ഇക്കാനോട് ഈ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയാണ് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞപ്പോൾ ഇക്ക അന്ന് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷെ നാട്ടിൽ പോയ സമയത്ത് ഒരു മെഡിക്കൽ സെൻറ്റർ, ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സെൻറ്ററാണ്, അവിടെ നിന്ന് ഇക്കാക്ക് ജോലിയുടെ ഓഫർ വന്നു. നാട്ടിൽ പോയിട്ട് എനിക്കൊണ്ട് 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. അപ്പം തന്നെ വന്നു, പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർക്ക് ജോലി കിട്ടി കേട്ടോ. പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അൽഹംദുലില്ലാഹ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് എനിക്ക് ഈ ജോലിയുടെയും എല്ലാം അങ്ങ് മനസ്സിലായത്. അതുവരെ നമ്മളൊന്നും ഇതിനൊന്നും ഒരു വലിയ വാല്യൂ കണ്ടിട്ടില്ലായിരുന്നു. നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ നമുക്കൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണുള്ളത് എന്നൊക്കെ എനിക്ക് അന്ന് മനസ്സിലായി. ചില ആൾക്കാരൊക്കെ വിചാരിച്ചു നമ്മൾ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നാട്ടിൽ പോയി നിൽക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതാരാണെന്നൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. എങ്കിലും നമ്മൾ അന്ന് ഇക്ക തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് കോൾ വന്നു, അങ്ങനെ വന്നു, ആൾ ജോയിൻ ചെയ്തു. അൽഹംദുലില്ലാഹ് നല്ല ജോലിയാണ് കേട്ടോ. ഇപ്പോൾ ഇതുവരെ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആളങ്ങനെ ആ ജോലി കയറി. ഞങ്ങൾ അന്ന് ഇക്കയില്ലാതെ നാട്ടിൽ നിന്നു. മുമ്പ് ഞാൻ കോവിഡിൻ്റെ സമയത്തും നാട്ടിൽ സ്റ്റക്കായിരുന്നു. പക്ഷേ ഇക്ക എന്നോട് പറഞ്ഞു നിങ്ങൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നാൽ മതി. ജോലിയാണെങ്കിലോ അബുദാബിയിലാണ് ശരിയായിരിക്കുന്നത്. പിന്നെയും നമ്മൾ വീണ്ടും അബുദാബിയിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അലൈനിൽ നിന്ന് TC കാര്യങ്ങളെടുത്തു. ഇവിടെ നമ്മൾ ഇന്ത്യൻ സ്കൂളിൽ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് ഇതുവരെ ഈ ഒരു സ്കൂളിൽ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ഫീസ് കൊടുത്തിട്ടാണ് മുമ്പൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചത് മക്കളെ. അപ്പോൾ ഈ ഇന്ത്യൻ സ്കൂളിൻ്റെ നമ്മളെപ്പോഴും അവിടെ സീറ്റ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇത് മോൻ്റെ ഇതിന് മാർക്ക് ലിസ്റ്റ് ബേസിൽ അവർ ആക്സെപ്റ്റ് ചെയ്തതാന്ന് തോന്നുന്നു. ഇക്കെല്ലാം അപ്ഡേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ അതിൻ്റെ സിബ്ലിംഗ് ബേസിലാണ് മോൾക്കും സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെ അവിടെ കിട്ടിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. അങ്ങനെ രണ്ടുപേരെയും സ്കൂൾ ഓൾറെഡി കൺഫേമായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ദിവസം നാട്ടിൽ നിന്നു, എൻ്റെ വീട്ടിൽ നിന്നു കേട്ടോ. കുറച്ച് ദിവസം ഇക്കയുടെ വീട്ടിൽ നിന്നു, പിന്നെ എൻ്റെ വീട്ടിൽ വന്നു, അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ദിവസം വരികയാണ് ഇങ്ങോട്ട്. സെപ്റ്റംബർ 17, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ദിവസം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ആ വരുന്ന സമയത്ത് എനിക്ക് എന്തായിരുന്നു എന്നറിയാം, എനിക്ക് ചെറിയ പനിയും ചുമയും അത്യാവശ്യം വയ്യാഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി എന്നുള്ളതായി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത്രയും ദിവസങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആരോട് കടം വാങ്ങാതെയൊക്കെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബിസിനസ് കൊണ്ടൊക്കെ പിടിച്ചു നിന്നു. ഒരിക്കലും പറ്റില്ല. ഒരു ഫാമിലിയും 2 കുട്ടികളും ഹസ്ബൻഡും ജോലിയില്ലാതൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, അന്ന് മനസ്സിലായിട്ടില്ല. അന്ന് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ
ഇക്കയെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇക്കയാണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ അംഗീകരിച്ചിട്ട്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഹോട്ട് ഡോഗ് പില്ലോസ് ആണെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും എല്ലാം ഇക്ക ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു സമാധാനമാണ് അന്ന്. പിന്നെ അത് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. ഈ ക്രെഡിറ്റ് കാർഡ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു ദിവസം ഈ സമ്പാദിച്ച് കഴിഞ്ഞതെല്ലാം കൊണ്ടുപോയി ക്രെഡിറ്റ് കാർഡിന് അടക്കാനായി. ആ ഒരു പേയ്മെൻറ്റൊക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം തീരും. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. അന്ന് കുറേ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ടിക്കറ്റൊക്കെ എടുക്കാൻ കൂടുതലും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ്. ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എടുക്കും, നമ്മുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷെ അന്ന് നല്ല പണി കിട്ടി. ഇതിനെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ കുറേ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തിരിക്കേണ്ടി വന്നു. കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലൊരു മണി കുറച്ച് സേവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്നൊക്കെ പോയി ക്രെഡിറ്റ് കാർഡ് ക്ലിയർ ചെയ്യും. അപ്പോഴേക്കും ഈ ക്യാഷെല്ലാം തീരും. പിന്നെ അങ്ങ് ടെൻഷനാണ്. പിന്നെ എന്ത് ചെയ്യും? പിന്നെയാണ് നമുക്ക് ഐഡിയാസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്ത്രീകളോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ആണുങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇവർക്ക് കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ അന്നെങ്കിലും അവർ കേൾക്കും. ചില സമയത്തൊന്നും അവർ മൈൻഡ് ചെയ്യില്ലെങ്കിലും ഈ പറയുന്ന ചില കാര്യങ്ങൾ അവർ ചില സമയങ്ങളിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വണ്ടി സെയിലൊക്കെ ചെയ്തിട്ടാണ് അന്ന്. അതൊന്നും ഇവിടെ ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഐഡിയ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അതിലൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ പോയിട്ട് എനിക്ക് വയ്യാതായി. അങ്ങനെ വയ്യാതായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ, പിന്നെ അതെന്തോ ഇത് ചെറിയ യൂറിൻ ഇൻഫെക്ഷനാണ്, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് മെഡിസിനും കാര്യങ്ങളും തന്നു. അതെടുത്തിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അന്ന്. അത് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെയാണ് എനിക്കിങ്ങനെ വയറ് പെയിന് വരുന്നത്. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്ന് വിചാരിച്ചു. അപ്പം നാട്ടിൽ വയ്യാതായി കഴിഞ്ഞാൽ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ടെൻഷനാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഉമ്മയൊക്കെ എന്നോട് പറഞ്ഞു പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുക. സിസ്റ്റേഴ്സ് പറഞ്ഞു ഇവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. അന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണം. ഞങ്ങളുടെ ആണെങ്കിൽ പുതിയ വിസയാണ്. ഇക്ക ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പുതിയ വിസയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ പഴയ വിസ ഹോൾഡ് ചെയ്തിട്ടായിരുന്നു. മുമ്പത്തെ കമ്പനി പൂട്ടിയ സമയത്തായിരുന്നു ഞങ്ങൾ ആ ഒരു സ്പോട്ടിനായിരുന്നു വിസ റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 വർഷം നിൽക്കാം. അപ്പോൾ ആ ഒരു വിസയിൽ തന്നെയാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇക്ക പുതിയ ജോലിക്ക് കയറിയപ്പോൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും വിസയും എല്ലാം റെഡിയാക്കണമായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ പനി നല്ല രീതിയിൽ അങ്ങ് കൂടാൻ തുടങ്ങി. രാത്രിയാവുമ്പോൾ ഭയങ്കര പനി. രാവിലെ കുഴപ്പമില്ല കേട്ടോ, മെഡിസിനൊക്കെ കഴിച്ചു തുടങ്ങി. പക്ഷെ ഒന്നും പനി മാറുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇക്കാനാണെങ്കിൽ ടെൻഷൻ അടിപ്പിക്കാനും മേല. അങ്ങനെ ഇങ്ങനെ അവസാനം ഒരു ദിവസം രാത്രി എൻ്റെ പനി അങ്ങ് കൂടി കൺട്രോൾ കിട്ടുന്നില്ല. ഞങ്ങളൊരു ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ടോ. ആ ക്ലിനിക്കിൽ പോയിട്ട് അവർ പറഞ്ഞു, പിന്നെ എനിക്കാണെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ പറഞ്ഞു ഒന്ന് ഹാർട്ട് ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിക്കാനോട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഹാർട്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നും പറഞ്ഞ് ലിഫ്റ്റിൽ കയറാതെ ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വന്ന ആളാണ് ഞാൻ കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു ഇവളെന്തായാലും അങ്ങനെ നടക്കാനൊന്നും സമ്മതിക്കരുത്, നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളാം, ഹാർട്ട് ചെക്ക് ചെയ്യണം, ബ്ലോക്ക് ഉണ്ടോയെന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട്ടിലെത്തി കിടന്നുറങ്ങി. രാത്രിയാകുമ്പോൾ ഭയങ്കര വിറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയൊന്നും പിടിച്ചാൽ കിട്ടില്ല. ഞാനാണെങ്കിൽ എനിക്കുള്ള അസുഖം പറയാതെ അങ്ങ് പിടിച്ചു നിന്നു. കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആകെ ഡൗൺ ആവും. എനിക്ക് തോന്നി ഇത് പറയണ്ട, മക്കളും ടെൻഷൻ അടിക്കും, ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം പിടിച്ച് നിൽക്കാം. എനിക്കാണെങ്കിൽ അങ്ങനെ രോഗം വരാത്ത ഒരാളാണ്. ഇങ്ങനെ ഒരു രോഗം എനിക്ക് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. രാത്രിയാകുമ്പോൾ കൈയൊന്നും കിട്ടുന്നില്ല. ഈ കൈയൊക്കെ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോവുകയാണ്. ഈ ഷിവറിങ്ങും കാലൊക്കെ എന്തൊക്കെയാവുകയാണ്. അപ്പം ഞാൻ ഇക്കാനോടും മോനോടും പറഞ്ഞു എൻ്റെ കൈയും കാലൊക്കെ ഒന്ന് പിടിച്ച് കേട്ടോ, എനിക്കിത് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കരയണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയണില്ല, ഭയങ്കര പനി. അങ്ങനെയൊക്കെ മരുന്ന് കാര്യങ്ങളൊക്കെ തന്ന് എന്നാലും കൺട്രോൾ കിട്ടുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നിയും ലങ്സും എല്ലാം ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ന്യൂമോണിയ ബാധിച്ചിട്ട് ഇതെല്ലാം അങ്ങ് ഇൻഫെക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഇനി അവിടുത്തെ വെള്ളത്തിൽ വന്നതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ നാട്ടിൽ പോയപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്പ്രെഡ് ആയതാണോ. എനിക്ക് ആദ്യം ഒരു ചുമ വന്നിരുന്നു നാട്ടിൽ നിന്ന്. അങ്ങനെ സത്യം പറയാം, ഞാൻ അന്ന് ഭയങ്കര ഷോക്കായി. ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന്. സത്യം പറയാലോ, രാവിലെയൊക്കെ ജോലിക്ക് പോയിട്ട് ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ എനിക്കാണെങ്കിൽ ചുമ വന്നു. പിന്നെ ബ്ലഡ് മൂക്കിൽ നിന്നും വായിന്നൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ
ഞാൻ ഇക്കാനോട് പറഞ്ഞു വായിന്ന് മൂക്കുന്നൊക്കെ ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വരാം, നീ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം ജോലിയൊക്കെ ഓൾറെഡി ഉണ്ട്, പിന്നെ സാലറിയും കിട്ടും, ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് മോഷൻ പോകാൻ തുടങ്ങി, നോൺ സ്റ്റോപ്പാണ്. ശരിക്കും മരിക്കാനൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെയോ സംഭവിക്കില്ലേ, അതുപോലെയുള്ളൊരു സിറ്റുവേഷനായി മാറി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാനാണെങ്കിൽ എൻ്റെ സിസ്റ്ററിനോട് ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ വയ്യ, വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു സൂചന കൊടുത്തു. ഉമ്മനോട് ഞാൻ മിണ്ടുമായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ഉമ്മനോട് ഇങ്ങനെ ചെറുതായിട്ട് വയ്യാന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിരുന്നത്. എനിക്കറിയില്ലാതെ ഞാനിത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോവുക എന്നുള്ളത്. അങ്ങനെ ഇക്ക വന്ന് എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു വയ്യാതെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡോക്ടറോട് പറയണം, നീ വെറുതെ ഒന്നുമില്ലയെന്ന് പറഞ്ഞ് നിൽക്കരുതെന്ന് പറഞ്ഞു. കാരണം അന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസും ഇല്ല, ഇൻഷുറൻസൊക്കെ എടുക്കേണ്ടതേ ഉള്ളൂ. ഇവിടെ അറിയാമല്ലോ ഹോസ്പിറ്റലിലെ ചാർജ് കാര്യങ്ങളൊക്കെ നല്ല ചാർജാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അന്ന് വണ്ടിയുമില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന സമയത്തൊക്കെ മൂപ്പര് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പാർക്ക് ചെയ്യാൻ പോകണം, സമയമില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് മൂപ്പര് വണ്ടിയും എടുത്തില്ലായിരുന്നു. ഞങ്ങൾ ടാക്സിയിലാണ് പോയതെന്ന്. അങ്ങനെ ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം തീരെ കിട്ടുന്നില്ല. കാരണം അങ്ങ് എത്തി, എൻ്റെ ബോഡി വീക്കായി അങ്ങ് ഓൾമോസ്റ്റ് മരണത്തോടെ അടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ ബ്രീത്ത് കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ ഹോസ്പിറ്റലിൽ അവരെല്ലാം സെറ്റപ്പോടും കൂടി എന്നെ അങ്ങ് കിടത്തി കൊണ്ടുപോയി കേട്ടോ. ഡോക്ടേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ ഈ കാറിൻ്റെ അടുത്തോട്ട് വന്നു, കാരണം എന്താ സിറ്റുവേഷൻ എന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഇക്ക വിചാരിച്ചു ഞാൻ എന്നോട് പറഞ്ഞതാണല്ലോ, ഉള്ളതുപോലെ പറയണം, ഞാനിങ്ങനെ പറഞ്ഞതാണോ എന്ന് വെച്ചിട്ട് ഇക്ക അത്ര വലിയ ഇതാക്കിയില്ല അന്ന്. പക്ഷെ ഞാൻ അവസാനം ഈ പറഞ്ഞ പോലെ ബ്ലഡ് വരാൻ തുടങ്ങി, മൂക്കിന്നും വായിന്നൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആകെ അങ്ങ് നമ്മൾ എന്തൊക്കെയോ ആയി. എനിക്ക് മക്കളെ നേരെ നോക്കണം, നമുക്കതൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. വീട്ടുകാരോട് നേരെ പറഞ്ഞിട്ട് വരണമായിരുന്നു. പിന്നെ അതുപോലെ ഇക്കയുടെ കാര്യം എന്താവും, ഇതൊക്കെ അവസാനം ഇങ്ങനെ മനസ്സിനകത്ത് വരാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഞാൻ മുമ്പോട്ടില്ല എന്നുള്ളത് ഞാനങ്ങ് മനസ്സിൽ കരുതി കേട്ടോ. നമ്മൾ മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമയൊക്കെ ചെല്ലും, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തുടങ്ങി. അങ്ങനെ പിന്നെ അന്ന് എന്നെ അവർ ഹോസ്പിറ്റലിൽ മറ്റേ ICUവിൽ കൊണ്ടുപോയതാണ്. ICUവിൽ കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയത് വെൻറ്റിലേറ്ററിലോട്ടാണ്. പിന്നെ എനിക്ക് ഒന്നുമില്ല, ശ്വാസം ഒന്നുമില്ല. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് 7ാമത്തെ ദിവസമോ 8ാമത്തെ ദിവസമാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. കാരണം എന്നെ മരിച്ച എന്നുള്ള രീതിയിൽ തള്ളി. പിന്നെ ഇക്ക കുറേ കഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി മുമ്പോട്ട് വരും എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് അന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഇൻഷുറൻസ് ഒന്നുമില്ല കേട്ടോ. എന്നിട്ടും സത്യം പറയാലോ, അന്ന് ഞാനിവിടെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലായിരുന്നു. ശ്വാസവും ഇല്ല, ഒന്നുമില്ല, ചെറിയൊരിത്. പിന്നെ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ശ്വാസം തന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ബോഡി പെയിനാണ്. എൻ്റെ ബോഡിയിൽ കുത്താത്ത സ്ഥലങ്ങളില്ല. ഇഞ്ചക്ഷൻ ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എല്ലാം ബോഡി എനിക്ക് ഒന്നും അറിയണില്ല. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. കാരണം അത്രയും വേദനയായിരുന്നു. എവിടെയൊക്കെയോ ഇവിടെ കഴുത്തിനും ഇവിടെയും കയ്യിലും എല്ലായിടത്തും ഫുള്ളിങ്ങനെ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഓരോ മെഷീന് കാണുമ്പോഴും ഞാനിങ്ങനെ ഷോക്കായിരുന്നു എനിക്കിതൊക്കെ എന്താണെന്നുള്ളത്. ഞാൻ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ഫുൾ മെഷീൻസാണ്. പിന്നെ ഹാർട്ടിൻ്റെത് ചെക്ക് ചെയ്യാനും അതുപോലെ എല്ലാം നമ്മുടെ ഓരോ ബോഡി പാർട്സിനും ഓരോ മെഷീനും വെച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എന്തോ ഇക്ക എന്നെ പറഞ്ഞ് ധൈര്യം അങ്ങ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് ആ കിടപ്പിലായ 15 ദിവസം ഞാൻ അങ്ങനെ ബെഡിൽ കിടന്നു കേട്ടോ. നടക്കാൻ പറ്റില്ലായിരുന്നു, എണീക്കാൻ പറ്റില്ലായിരുന്നു. ഫുൾ കിടപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് ഇറങ്ങത്തില്ലായിരുന്നു. ജസ്റ്റ് ടിഷ്യൂവിൽ അവർ വെള്ളം നനച്ച് ഇങ്ങനെ ലിപ്പിൽ തുടച്ച് വരും. അതായിരുന്നു 15 ദിവസം. പിന്നെ ഞാൻ എൻ്റെ ധൈര്യത്തിൽ, കാരണം എനിക്ക് എൻ്റെ ഞാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ട് എന്നുള്ളത്, വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും പിന്നെ അവസാനം ഒരു ബാധ്യതയാവും. പക്ഷേ എങ്കിലും ഞാൻ അന്ന് ആ ഒരു ധൈര്യത്തിൽ പിടിച്ച് എണീറ്റ് നിന്ന് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. എന്നെ ഡിസ്ചാർജ് അവർ തരുന്നില്ലായിരുന്നു, കാരണം എഴുന്നേൽക്കാൻ പറ്റാതെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഡിസ്ചാർജായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ അൽഹംദുലില്ലാ പിന്നെ ഓക്കെ ആയി. പിന്നെ ഞാൻ സത്യം പറയാലോ, ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു 6ാമത്തെ ദിവസം ഞാൻ മോളെ പിക്ക് ചെയ്യാൻ സ്കൂളിൽ പോയി. അത് നല്ല പെർഫെക്റ്റായിട്ട് പോയതൊന്നുമല്ല കേട്ടോ.
ഇക്കാനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, എനിക്ക് പറ്റും, ഇനി നടക്കാൻ പറ്റും. അങ്ങനെ ഞാനിങ്ങനെ പിടിച്ചൊക്കെ നടന്നിട്ടാണ് പോയിട്ട് ഞാൻ മോളെ പിക്ക് ചെയ്തിട്ട് വന്നത്. പിന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ധൈര്യം വന്നു. പക്ഷെ അന്ന് ഞാൻ മരണം മുമ്പിൽ കണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. ഞാനാണ് ഈ ഞാൻ. എനിക്ക് അന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി, കുടുംബക്കാരെല്ലാവരും, വീട്ടുകാർ, എല്ലാവരും, നാട്ടുകാർ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറേ പ്രയത്നം എന്ന് പറയാം. ഞാൻ ഈ നിലയിലായി. ഈ നിലയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ആയില്ല, പക്ഷെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ പടച്ചോൻ്റെ വലിയൊരു കളിയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, ഞങ്ങൾ പിന്നെ ജീവിക്കാൻ വേണ്ടി എൻ്റെ ആരോഗ്യം ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും എണീറ്റ് നടക്കണം, എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണം, ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കണം, വീട്ടുകാരെ കാണണം, ഇതൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ അതിന് ശേഷത ഇങ്ങനെ പോവാം. പിന്നെ അതിനിടയിൽ ഞാൻ പിന്നെ പ്രഗ്നൻ്റായി. ഇപ്പം പ്രസവിച്ചിട്ട് മോൻക്ക് അന്ന് മരിക്കാൻ കിടന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിന് 2.5 മാസം കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാം ഓക്കെയാണ്. സത്യം പറയാലോ, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്ന ആളെ എങ്ങനെ പ്രസവിച്ചു എന്നുള്ളതും കൂടി ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം അന്ന് ഞാൻ വയ്യാതായ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 6 മാസമെങ്കിലും പിടിക്കും എണീറ്റ് നടക്കാനെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ധൈര്യത്തിൽ അങ്ങ് പിടിച്ച് എണീറ്റ് നടന്നു. കാരണം നമുക്ക് വേറെ ആരും ഇല്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്ത നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് എനിക്ക് കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്തിരുന്നു. ഹസ്ബൻഡ് ദുബായിലാണ്, അല്ലെങ്കിൽ ജോലി ഇപ്പോൾ പോയി, അങ്ങനെ വീണ്ടും ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഫാമിലി ആയിട്ട് കൂടെ നിൽക്കണം, ഞങ്ങൾ നാട്ടിലാണ്, എങ്ങനെ നിൽക്കും, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ UAE 2 വർഷം സാലറി ഇല്ലാതെ നിന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതങ്ങ് ചെയ്തോളുക. അല്ല നമ്മളിപ്പോൾ വലിയൊരു പൊസിഷനിൽ എത്തി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോയി സെറ്റിലാവാൻ പറ്റില്ല. മക്കൾക്കാണെങ്കിലും സ്കൂള് കാര്യങ്ങളെല്ലാം വിട്ട്, നമ്മളാണെങ്കിലും എല്ലാം വിട്ട് പെട്ടെന്ന് എറിഞ്ഞ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നാട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം നാട്ടിൽ പോയി നിൽക്കുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഒന്ന് സെറ്റായതിനു ശേഷം. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനാണ് ഈ ഞാൻ. അന്ന് ഞാൻ എന്തെങ്കിലും സംഭവിച്ച് ഞാനങ്ങ് മരണപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം എനിക്കതിപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പിടിച്ച് വീണ്ടും പടച്ചോൻ എനിക്ക് ഇത് തന്നു, ഒരു ലൈഫ്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു രീതിയിൽ നമ്മളെ മുമ്പോട്ട് ഇതുവരെ കൊണ്ടുപോവുകയാണ്. അൽഹംദുലില്ലാ അതിനുശേഷം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ലൊരു സുഖകരമായ ലൈഫ് എന്ന് പറയാം. ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ ഫാമിലി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റാത്തതായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊന്നുമില്ല, ജോലിയില്ല, പിന്നെ ക്യാഷില്ല, ഫുൾ കടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് എന്താവും, മൈൻഡ് അങ്ങ് ഡൗൺ ആയിക്കൊണ്ട് പോകും. പക്ഷെ ആ ഡൗൺ ആകുമ്പോഴും ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരാൻ ഒന്നുകിൽ വീട്ടുകാർ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങന്മാർ, ആരെങ്കിലും വേണം. ആരും ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യ മതി. വീട്ടുകാരും നാട്ടുകാരും നമുക്ക് എപ്പോഴും കിട്ടുമെന്നൊന്നും അറിയില്ല. പെങ്ങന്മാരൊന്നും നമുക്കൊരിക്കലും അവരുടെ ഹെൽപ്പ് എപ്പോഴാണ് കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ എപ്പോഴും ഭർത്താവിന് സപ്പോർട്ടായിട്ട് ഭാര്യ നിൽക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ലൈഫിലൊരു വിജയം ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോഴും വലിയൊരു ക്യാഷ് കാര്യങ്ങളിൽ സ്റ്റേബിളായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് ജീവിതം അത് ഒന്നേ ഉള്ളൂ. നമ്മളത് ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കളയാനുള്ളതല്ല. പിന്നെ പ്രവാസിയായി നിൽക്കുന്ന ആണുങ്ങളോട് കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നാട്ടിൽ ഭാര്യനെ നിർത്തി ഇവിടെ നിങ്ങളെങ്ങനെ നിൽക്കും? എന്ത് കാര്യം? ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് വല്ലതും ബാക്കിയാവുന്നുണ്ടോ? അതുകൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ചില ആണുങ്ങൾ അങ്ങനെയാണ്, ഫാമിലിയെ നാട്ടിൽ നിർത്തും, ഇവിടെ നിൽക്കും, എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ നാട്ടിൽ പോകും. ഈ സമ്പാദിച്ചത് മൊത്തം ആ 1 വർഷം കൊണ്ട് അവിടെ തീരുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുവരെ വീട് പോലും ആവാത്ത എത്രയോ പ്രവാസികളുണ്ട്. കാരണം എന്താ?
ഇവിടെ സമ്പാദിച്ചതെല്ലാം ഒരു മാസം നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ തീർത്തിട്ട് വരികയാണ്. അതിനേക്കാളും കൂടെ തന്നെ ഫാമിലി ഒന്നിച്ച് നിൽക്കുകയല്ലേ നല്ലത്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം കേട്ടോ. എൻ്റെ ഒരു ലൈഫിൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ചില ആൾക്കാർ പറയും നിങ്ങൾക്കൊന്നും ആയില്ല, പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസും കാര്യങ്ങളുണ്ട്. ഓപ്പണായിട്ട് പറയാം, നാട്ടിലുണ്ട്. ഇവിടെ അങ്ങനെയില്ല, കാരണം ഇവിടെ സമ്പാദിച്ചത് ഇവിടെ തീരുകയാണ്. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും എല്ലാം തീർത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ആർമാദിച്ച് നിൽക്കുന്നതൊന്നുമല്ല. നമ്മുടേതായിട്ടുള്ള ഭാവി ഞങ്ങൾ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ മോട്ടിവേറ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇപ്പം നമുക്കൊരു കുഴപ്പമില്ല, ഒക്കെ നല്ല ജോലിയിലാണ്. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിൽ പോയിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും മാറിയേനെ കേട്ടോ. ഇപ്പം നമുക്ക് അൽഹംദുലില്ലാ ഒരു നല്ലൊരു ജോലിയുണ്ട്. ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഐഡിയാസും കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് ആ ടെൻഷൻ അടിച്ച് നാട്ടിൽ പോയി നിന്നിരുന്നെങ്കിൽ നാട്ടുകാരുടെ വായിൽ നിന്നും വീട്ടുകാരുടെ വായിൽ നിന്നും കുറേ കേൾക്കേണ്ടി വന്നേനെ. ഇത്രയും വർഷം അവിടെ പോയി നിന്ന് എല്ലാം തീർന്നപ്പോൾ നാട്ടിൽ കയറി വന്നു ഷുവറായിട്ടും പറയും. പിന്നെ ആരും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും. മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞവർ ചിരിക്കും. നമ്മുടെ നാട് അങ്ങനെയാണ്, നാടും നാട്ടുകാരും എല്ലാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് പോവാതെ പിടിച്ച് നിന്നത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടി കിട്ടിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്കൂളിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും. അതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ നാളെ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ചിലവുണ്ട്, അതുപോലെ സ്കൂളിൽ എത്രയാണ് നമ്മുടെ ഫീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ഞാൻ ഷുവറായിട്ടും നാളെ വരുന്നതായിരിക്കും. ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.